സബീന, നസീറ, രാജു സോപാനം, ദിലീപേട്ടൻ, ഇവർക്ക് ആർക്കെങ്കിലും ഇന്നലത്തെ അവിടെ കിട്ടിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും? അൺമ്യൂട്ടാക്കോ? സാജിദ, ദാവൂദ്, മഹേഷൻ, കെ ബി, ഇവരൊക്കെ ഇന്നലെ പങ്കെടുത്ത ആൾക്കാരാണ്. അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നവർ അൺമ്യൂട്ട് ആക്കിക്കോളൂ. സീന, സനു, ആർക്കെങ്കിലും ഇന്നലത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? സീന, സനു, അല്ല സാറേ, പറഞ്ഞോളൂ. വെട്ടുന്നത് ഗുഡ് മോർണിംഗ്. വെട്ടുന്നിടത്താണ് കുഴപ്പമില്ല, പല സംസാരിക്കാൻ പറ്റി സംസാരിച്ചോ. ആ പിന്നെ ഇത് മീറ്റിങ്ങിന് നമ്മളെ ഈ ഫംഗ്ഷന് പോയില്ലായിരുന്നെങ്കിൽ ഒത്തിരി മിസ് ചെയ്തേനെ. കാരണം നമ്മള് സാറിന്റെ മീറ്റിംഗ് കേട്ടിട്ടും ഈ ഓൺലൈനിൽ കൂടെ എല്ലാരെയും കണ്ടിട്ട് ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നലെയാണ് അത് കൂടുതലും നമ്മുടെ കയ്യിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇരുന്നിട്ട് നമ്മള് പിന്നെ ഇങ്ങനെ അത് മനസ്സിലാക്കാതെ പോകുന്നല്ലോ എന്നൊരു ഇത്. 75 വയസ്സുള്ള ഭരതൻ സാറ് സ്റ്റേജിൽ ഓടി കയറി. ഈ 35 വയസ്സും 40 വയസ്സുള്ള നമുക്ക് അതുപോലെ പറ്റുന്നില്ല. നമുക്ക് ആരോഗ്യമില്ല, നമുക്ക് പല പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ആ സാറ് ഓടി സ്റ്റേജിൽ കയറി. ആ ഒരു 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 20 വയസ്സുകാരന്റെ ഒരു എനർജിയോട്, ഇപ്പൊ 20 വയസ്സുകാർക്ക് പോലും അത്ര എനർജി ഉണ്ടാവുമെന്ന് തോന്നില്ല. ആ ഒരു രീതിയിൽ കയറിയും എല്ലാരെയും നല്ല ഇതായിട്ട് ഒക്കെ ഇത് ചെയ്തത് ഭയങ്കര. നമ്മുടെ കയ്യിൽ ഇത്രയും നല്ല സപ്ലിമെന്റും കാര്യങ്ങളും നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മുടെ കൈവശം ഉണ്ടായിട്ട് പോലും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെ ഒത്തിരി. അതുപോലെ തന്നെ നമ്മൾ ഈ ഓൺലൈൻ കൂടെ നമ്മൾ എല്ലാരെയും കണ്ടിട്ടുള്ളൂ. സാർ എപ്പോഴും പറയും നമ്മളൊരു ഫാമിലിയാന്ന് പറയുന്നെങ്കിലും അത് കൂടുതൽ അനുഭവിച്ചറിഞ്ഞത് ഇന്നലെയാണ്. കാരണം എന്നെ വീട്ടിലുള്ളവർ മൊത്തം നെഗറ്റീവാ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ പോയി അത്രയും ദൂരം പോയി നിനക്ക് പറ്റത്തില്ല, നീ പോന്ന പോലെ ഇതുപോലെ സന്തോഷത്തോടെ തിരിച്ചു വരത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു നമ്മളെ വിട്ടിരുന്നത്. പക്ഷേ പോയതിനെക്കാട്ടി എനർജി ആയിട്ട് രാത്രി 10 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എനർജി ആയിട്ട് തന്നെ വീട്ടിൽ വന്നു. പക്ഷെ അന്നേരം ഇപ്പം നമുക്ക് വരുമാനമൊക്കെ കുറവായത് കൊണ്ടായിരിക്കും എല്ലാവരും നമ്മളെ ഈ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ ഇതാക്കുന്നത്. പല പല ഓൺലൈൻ കമ്പനികളൊക്കെ അല്ലേ. അപ്പം അതിലും കൂടുതൽ ഇത് അവിടെ കഴിക്കാൻ പോയപ്പോൾ പിന്നെ വേറെ മലപ്പുറത്തു നിന്നോ ഒക്കെ വന്നവര് ചോദിച്ചു ആരുടെ ടീമിൽ നിന്നാ എവിടുന്നാ വരുന്നതെന്നൊക്കെ ചോദിച്ചു. അന്നേരം പറഞ്ഞു പത്തനംതിട്ടയെന്നാ, ഷാജി സാറിന്റെ ടീമിൽ നിന്നാന്ന് പറഞ്ഞപ്പോഴത്തേനും അവരുടെ കൂടെ വന്നവരെ മൊത്തം വിളിച്ച് ഷാജി സാറിന്റെ ടീമിൽ നിന്നാ, ദുബായിലുള്ള ഷാജി സാറിന്റെ ടീമിൽ നിന്നാന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു ഇത് കാണണമായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നോണ്ട്, നമ്മുടെ നാട്ടിൽ ഇരുന്നോണ്ട് തന്നെ നമുക്ക് ഇങ്ങനല്ലേ എല്ലാരെയും കാണാൻ പറ്റത്തുള്ളൂ. എല്ലാരെയും ഇതിൽ കാണുന്നത് പോലല്ല. ഭയങ്കര നമ്മുടെ വിനോദ് സാറിനെ ആണെങ്കിലും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ സാറിനോട് സംസാരിച്ച് അങ്ങനെ ഒരു ഊഹത്തിലൊക്കെയാ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തത്. അപ്പം എനിക്കാണെങ്കിൽ തന്നെ പോകാനും എടുക്കാനും ഒക്കെ എൻ്റെ ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ വരുമാനം കണ്ടതുകൊണ്ട് നെഗറ്റീവായി പുറകോട്ട് മാറി. ഇത്രയും കടവും കാര്യങ്ങളുമായിട്ട് ഇരിക്കുന്നിടത്ത് ഇത്രയും ദൂരം താണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഞാൻ നിനക്ക് തന്നോടെ പോകാനൊക്കത്തില്ല, ആകെ നെഗറ്റീവാ പറഞ്ഞത്. അപ്പൊ എൻ്റെ 14 വയസ്സുള്ള കൊച്ചു മോനായിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നെ. അമ്മ ഇത്രയും ആഗ്രഹിച്ചല്ലേ അച്ഛ, അമ്മയെ വിട് എന്ന് പറഞ്ഞു. അപ്പം ഞാനും കുഞ്ഞും കൂടെ വരാനായിരുന്നു ഇരുന്നത്. പക്ഷേ അവന് പനി ആയതുകൊണ്ട് വലിയ മോനെയും കൊണ്ടാണ് ഞാൻ വന്നത്. അവനാണ് ആരുമായിട്ടും അങ്ങനെ ഒരു ഇടപെടലും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ അവന് അവിടെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞെന്നുള്ളതാ. ഈ ഒരു പത്തനംതിട്ട ജില്ലയെ പോലും എന്നെ ഒരുവിധം ആർക്കും അറിയത്തില്ല. നമ്മുടെ ബന്ധുക്കൾക്കും അയൽവക്കക്കാർക്കും അങ്ങനെയൊക്കെ നമ്മളെ അറിയത്തുള്ളൂ. പക്ഷേ ഈ 14 ജില്ലയിലെ ആൾക്കാര് എന്നെ തിരിച്ചറിഞ്ഞു. സീനാ സനു അല്ലേ എന്നത് അതിൽ നമുക്ക് ഭയങ്കര ഒരു അഭിമാനമുണ്ട്. നമുക്ക് ഒന്നും അല്ലാതെ ഒന്നും ചെയ്യാനും കൊടുക്കാനും പറ്റിയില്ലെങ്കിലും ആ ഒരു സ്നേഹം. അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് നമ്മുടെ ദിലീപ് സാറാണ്, ചേച്ചിയും രാജി ചേച്ചിയുമാണ്. കാരണം ഈ തന്നല്ലേ വരുന്നത്, എവിടെ ഇറങ്ങണം, എന്ത് ചെയ്യണം, നമ്മള്
ഒരു സ്ത്രീ തന്നെ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഒരു സഹോദരനാണോ ഒരു കൂടപ്പുറപ്പ് ഒരു എന്താ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്നും ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം മുതൽ എനിക്ക് മെസ്സേജുകൾ ഇടുന്നുണ്ട്, ഞാനും ഇടുന്നുണ്ട്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും മെസ്സേജുകൾ ഇടുന്നുണ്ട്. ഇത്രയും ദൂരെ യാത്രയൊന്നും തന്നെ ചെയ്തിട്ടില്ല. അന്നേരം എനിക്ക് ഭയങ്കര ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഇന്നും കൂടെ പറയുക, പിന്നെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ ആകെ ചിരിച്ചും എന്തൊക്കെയോ ഇവക്ക് വട്ടാവും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നും തന്നെ കുഞ്ഞിനോടും പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ അമ്മയ്ക്ക് വട്ടായതല്ല, അമ്മയുടെ കയ്യിൽ പണ്ട് പറയത്തില്ലേ, കസ്തൂരിമാൻ കസ്തൂരി കൊണ്ട് നടന്നിട്ടും പോവാ അന്വേഷിച്ച് കസ്തൂരി തിരക്കി. നമ്മുടെ കയ്യിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇരുന്നിട്ട് അത് മനസ്സിലാക്കാൻ ഇപ്പൊ ഞാൻ ഓർക്കുക, നേരത്തെ ആ കൊറോണ സമയത്തൊക്കെ പിന്നെ ഇത് എനിക്കിതിൽ വരാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. എന്ന് വെച്ചാല് എനിക്കൊരു 35 വയസ്സായപ്പം മുതലേ ഈ കൊറോണ വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് മുതലാണ് എനിക്ക് പിന്നെ ആരേലും എതിലേക്കൂടേലും ഒന്ന് പോയാൽ മതി, പനിയുള്ളവര് എതിരേലും പനിയാന്ന് ആരേലും ഒന്ന് പറഞ്ഞാൽ മതി, എനിക്ക് പിന്നെ പനിയാ, എന്നും പനിയും കാര്യങ്ങളും അസുഖങ്ങളും. അതിൽ നിന്ന് പല പല യൂട്രസിന്റെ പ്രശ്നമായാലും പിന്നെ വെരിക്കോസിന്റെ പ്രശ്നമായാലും എല്ലാം എനിക്ക് ഉണ്ട് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ. അപ്പോഴ് എനിക്ക് അത് പിന്നെ നമ്മുടെ മാനസികമായിട്ട് തന്നെ ഒരു തകർന്നു പോയെന്ന് വെച്ചാൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ എങ്ങനെ പറ്റും, ഇത്രയും മരുന്നുകളും കാര്യങ്ങളും യൂട്രസ് എടുത്ത് മാറ്റേണ്ടി വരുമെന്ന് വരെ ഡോക്ടർ പറഞ്ഞതാണ്. അപ്പോഴെല്ലാം അപ്പം നമ്മുടെ മൈൻഡ് പിന്നെ ഇതങ്ങ് പോകും. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും 4 കാലിൽ നമുക്ക് നടന്നിട്ട് ആരോഗ്യത്തോടെ നടന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വയ്യാത്ത ഒരു സ്റ്റേജിലൊക്കെ വന്നു കഴിഞ്ഞ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ കുഞ്ഞു മക്കളാണ്. അതുമല്ല അവന്മാര് ആൺകൊച്ചുങ്ങളാണ്. അവർക്ക് അമ്മമാരുടെ ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നും അറിയാവുന്ന ഒരു പ്രായമല്ല, നമ്മളെ സഹായിക്കാനും ഒന്നും അങ്ങനെ ആവുന്നില്ല. അപ്പോഴ് എനിക്ക് ഇങ്ങനെയൊന്നും പറയാനും കാര്യങ്ങളും ഒന്നും സാറിന്റെ ക്ലാസ് കേട്ട് മാത്രമായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഇന്നലത്തെ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിതെല്ലാം പറയുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, എല്ലാവരും നമ്മുടെ പ്രോഡക്റ്റുകൾ പിന്നെ കഴിക്കാതെ മാറുന്നുണ്ട്. അത് അങ്ങനെ കഴിക്കണോ ഇങ്ങനെ കഴിക്കണോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എല്ലാവരോടും പറയാം, അസുഖം വന്നിട്ട് നമ്മൾ കഴിക്കാതെ നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് തന്നെ നമ്മുടെ വെസ്റ്റീജിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഉപയോഗിക്കണം. നമുക്കിപ്പോൾ PV കയറാൻ വേണ്ടി മാത്രവും മറ്റുള്ളവരെ പിന്നെ ബിസിനസ്സിലേക്ക് കയറ്റാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ആരോഗ്യം ഇന്നലെ ആ സാറിന്റെ ആ എനർജി കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ അത്ര 70 വയസ്സുള്ള എനിക്ക് 40 വയസ്സുള്ള എനിക്ക് അത്രയും ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ജോലികൾ ചെയ്യുമ്പോൾ കിതപ്പ്, ക്ഷീണം, വീട്ടിൽ ചെന്നാൽ ക്ഷീണം. അപ്പം മറ്റുള്ളവർ വലിയ ആൾക്കാർ പറയും, 10, 35, 40 വയസ്സായതേ ഉള്ളൂ, ഇപ്പോഴേ നിങ്ങൾ കൊച്ചുങ്ങളല്ലേ, ഇപ്പോഴേ ക്ഷീണമോ കാര്യങ്ങളോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആ ഒരു ഇതിലൊക്കെ നമ്മളെ പരമാവധി തളർത്താനേ എല്ലാവരും നോക്കത്തുള്ളൂ. പക്ഷേ ഇപ്പം വീട്ടുകാരിന്റെ സപ്പോർട്ട് ഇല്ലേലും ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കും. എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനും എനിക്ക് നല്ലൊരു ആരോഗ്യത്തോടെ ജീവിക്കാനും ഒരസുഖങ്ങളും വരാതിരിക്കാനും എല്ലാം. അതുപോലെ തന്നെ എല്ലാവരെയും കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. ഷായി സാർ ഉണ്ടായിരുന്നെങ്കിൽ സാറിനെ അവിടെ ഈച്ച പൊതിയുന്ന പോലെ പൊതിഞ്ഞ് ആകെ ഇതാക്കിയേനെ. ഞാൻ ഓർക്കുക, ഇവരെല്ലാം ഇങ്ങനെ നമ്മൾ ഓൺലൈനിൽ കൂടെ കണ്ടിട്ടേ ഉള്ളൂ, ആരെയും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരെയും കൂടെ കണ്ടപ്പോഴത്തേനും പേരെല്ലാവരും എനിക്ക് സാജിദ മാഡത്തിനെ ഭയങ്കരമായിട്ട് കാണണമെന്ന് സാജിദ ഈ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ മുതലേ ഞാൻ പറയുമായിരുന്നു. നീതുനോട് പറഞ്ഞു, നീതു ആ കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ, എനിക്ക് ആ മുഖം ഒന്ന് കാണണം. ഇല്ല ചേച്ചിയുടെ ക്രോസ് ലൈനാ, മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല, വിളിക്കാൻ പാടില്ല, അങ്ങനെ. ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് മാത്രം ഷായ് സാറിനെ പോലും മുഖം കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, നീതു എനിക്ക് നിന്നെ മുഖം കാണിക്കുന്നില്ല, അന്നേരം എന്നെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ സമ്മതിച്ചില്ല. അപ്പൊ ഇന്നലെ സാജിദ മേഡത്തിനെ കാത്തൊത്തിരി സമയം നിന്നൊരു 10:30 വരെയും ഞങ്ങൾ അവിടെ നിന്നകത്ത് കയറാതെ, അവര് വരുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം സാജിദ മാഡത്തിനെ മാത്രം കണ്ടില്ല. അപ്പം എൻ്റെ മുന്നിൽ കൂടെ ഇതുപോലെ ഒരു പർദ്ദയിട്ട് പോയ ഒരാളോട് ഞാൻ ചോദിച്ചു, സാജിദ മാഡം ആണെന്ന് ചോദിച്ചപ്പം അല്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പിന്നെ ഈ സാജിദ മാഡത്തിനെ മാത്രം കണ്ടില്ല, അതെനിക്കൊരു മനസ്സിനൊരു വല്ലാത്തൊരു ഫീലിങ്സ്. അന്നേരം ഞാൻ സാജിദ
മാഡത്തിനെ ഗ്രൂപ്പിൽ നിന്ന് ഫോൺ ചെയ്ത് മേഡം അന്നേരം അവര് പോകാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. പോകാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം, ഞങ്ങൾ മുകളിലുണ്ട്, താഴോട്ട് ഇറങ്ങി വരാന്ന് പറഞ്ഞ് അങ്ങനെ കാണാൻ കാണാൻ പോയി. ഭയങ്കര സന്തോഷം. നമ്മള് ഇവിടെ ഇപ്പൊ ഈ വന്ന കാലത്ത് എല്ലാവരും ജാതിയുടെയും മതത്തിന്റെ എല്ലാം പേരില് തമ്മിലടിക്കുന്നവര്. നമ്മള് അവിടെ ജാതിയില്ല, മതമില്ല, പണമില്ല, അങ്ങനെ ആ ഒരു വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒരേ കുടുംബത്തിൽ നിന്ന് വന്ന, നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മളോട് വ്യത്യാസം കാണിക്കും എല്ലാവരും. പക്ഷേ ഇത് എല്ലാവരും ഒരു വ്യത്യാസം ഇല്ലാതെ എല്ലാവരും നല്ല ഇതായിട്ട്, വേറെ ഏതൊക്കെയോ ഗ്രൂപ്പിലുള്ളവരും ആയാലും നമ്മളെ ഷൈസാറിന്റെ ടീമിലുള്ളവര് എന്നെ കണ്ടുടനെ സീനാസനു അല്ലേ എന്നിങ്ങനെ. അപ്പൊ നമുക്കതൊരു അഭിമാനം എന്ന് വെച്ചാല് നമുക്ക് അല്ലാതെ പണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഒരു മനുഷ്യൻ ഇനി ഏത് ജില്ലയിൽ ചെന്നാലും, ഞാൻ പറഞ്ഞു ഇനി ഏത് ജില്ലയിൽ ചെന്നാലും നമുക്ക് ഒരു ക്ലാസ്, നമ്മൾ എന്തെങ്കിലും ഒരു അകപ്പെട്ട് നിൽക്കുവാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഒരാൾ നമ്മളെ ഈ വെസ്റ്റീജിൽ കൂടെ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പായി. അത് നമ്മളെ മറ്റു രീതിയിൽ ഒന്നും കാണാതെ നമ്മുടെ സഹോദരങ്ങളെ പോലെ, അല്ലെങ്കിൽ ഏത് രീതിയിലായാലും നമ്മുടെ വീട്ടുകാരെ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ നമ്മളെ കെയർ ചെയ്യും എന്നും ഉറപ്പായി. ഇത് എവിടെയും നോക്കിയോ ഒന്നും അല്ല, എൻ്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാല് ഞാൻ അതുപോലെ സന്തോഷവതിയാണ്. ഇന്നലെ എന്നോട് ഹസ്ബൻഡ് രാവിലെ ഇപ്പം ഭയങ്കര ദൂരമാണ്, ഈ പോന്ന പോലെ തന്നെ തിരിച്ചു വരണം, ഈ സന്തോഷം തന്നെ വരണം, വെളുപ്പിനെ എണീക്കണം, ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര ഇതായിട്ടാ വിട്ടത്. പക്ഷേ എങ്കിൽ അതിലും പോയതിനെക്കാട്ടി ആക്റ്റീവായിട്ട് ഞാൻ തിരിച്ചു വന്നു. എന്നും എണീക്കുന്നത് പോലെ തന്നെ വെളുപ്പിനെ എണീറ്റു, ജോലിക്ക് വന്നു. ഞാൻ എന്നിട്ട് വീട്ടിൽ പറഞ്ഞു ഇതുപോലെ എനിക്ക് സാറിനോട് സംസാരിക്കണം, ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞായിരുന്നു. ഓ, നീ വീട്ടിൽ പോയിരുന്ന് പറയുവോ, എന്തുവേണേലും ചെയ്യോ, നിനക്ക് അവിടുന്ന് ഇപ്പൊ കിട്ടും. ഞാൻ വെച്ചാൽ അവിടുന്ന് കിട്ടും, ഇന്നല്ലേ നാളെ ഒരു ഭീമാ മാഡം ആന്നേലും അത്രയും വലിയ പൊസിഷനിൽ വന്നിട്ടും ഓടി വന്നു, സീനാസാനും ഒന്ന് കയ്യും തന്നു, സംസാരിച്ചു, എല്ലാം ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരുടെയും ഹസ്ബൻഡ് കൂടുണ്ട്, എനിക്ക് എൻ്റെ കൂടെ മാത്രം ഹസ്ബൻഡ് കൂടില്ല, ആ ഒരു വിഷമേ ഉള്ളെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ എൻ്റെ വരുമെന്ന് പറഞ്ഞിരുന്നേ, എൻ്റെ വരുമാനം കണ്ടു മാറിയതാ, കഴിഞ്ഞ മാസത്തെ വരുമാനം കണ്ടു മാറിയതാ എന്ന് പറഞ്ഞു. അപ്പോഴും ഭീമമ്മോടം പറഞ്ഞു ഒന്നുകൊണ്ട്, പക്ഷെ ഇതിനെക്കാട്ടിലായിരുന്നു എൻ്റെ പുള്ളിക്കാരനെ എനിക്ക് 100 രൂപയാ ശമ്പളം കിട്ടിയത്, അന്നേരം ഇതുപോലെ തന്നെ. അപ്പം പുള്ളിക്കാരൻ എന്നോട് സംസാരിച്ച് ആരായാലും അങ്ങനല്ലേ, 100 രൂപയെ കൊണ്ടൊക്കെ വരുമാനത്തിൽ വരുമ്പോൾ നമ്മൾ അങ്ങനല്ലേ പറയത്തുള്ളൂ. പിന്നെ ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഭീമ എന്നെ ഞാൻ പറയുന്നതും കേൾക്കാതെ നിന്നത് കൊണ്ട് ഇന്ന് എനിക്ക് അഭിമാനത്തോടെ ഇവിടെ വന്ന് നിൽക്കാം. ഞാൻ അന്നേരം ഭീമ മാഡം പറഞ്ഞു സീന വിഷമിക്കേണ്ട, നമ്മുടെ അപ്ലൈനെ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ഇനി ചെയ്ത് അവരെ നമ്മൾ സ്റ്റേജിൽ കയറ്റണം, അത് അങ്ങനെ ഒരു വാശിയിൽ വരണമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു അടുത്ത വർഷം എന്തെങ്കിലും ഒരു പിൻ ലെവലാക്കി നിങ്ങളെ ഞാൻ ആ സ്റ്റേജിൽ കൊടുക്കും. ഇന്നലെ നിങ്ങൾ വന്നിരുന്നെങ്കിൽ തന്നെ എല്ലാം വിശ്വസിച്ച് ഇത് എല്ലാം ചെയ്തേനെന്ന് പറഞ്ഞു. ഇതെനിക്ക് നേരത്തെ ഞാൻ 3-4 വർഷം, ഈ കൊറോണ കഴിഞ്ഞ വർഷം മുതൽ, ഞാൻ ആ വാക്സിൻ എടുത്ത് കഴിഞ്ഞപ്പോൾ മുതൽ ദുരിതം അനുഭവിക്കുന്ന ഈ വയ്യാത്ത ദുരിതം. പക്ഷേ ഈ സാറ് എല്ലാവരുടെയും സംശയം പോലെ ഓരോരുത്തരും നെഗറ്റീവ് പറയുമ്പോഴേക്കും എൻ്റെ മനസ്സും ഇടയ്ക്കൊന്ന് മാറും. ഇതൊക്കെ മാറുമോ? ഇപ്പൊ ഇന്നാളും ഒരു ചേച്ചി പറയുന്ന നമ്മുടെ സപ്ലിമെന്റ് എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും, പിന്നെ അതുപോലെ നമ്മുടെ കൊളാജൻ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ വരും, അത് കൂടുതൽ മധുരമല്ലേ, കൊളാജൻ ഉപയോഗിച്ചാൽ ഷുഗർ വരും. അപ്പം നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. നമ്മൾ പഠിച്ചു വരുന്ന വലിയൊരു കടലാണ്, ആ കടലിന്റെ ഒരു തുള്ളി വെള്ളത്തിൽ പോലും നമ്മൾ ചെന്നിട്ടില്ല. അപ്പോഴും നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മൾ ഈ പ്രോഡക്റ്റ് എല്ലാം വാങ്ങിച്ച് ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ സന്തോഷവതിയായിട്ട് ആരോഗ്യത്തോടെ നമ്മുടെ വീട്ടിലുള്ളവരെയും കൂടെ നമ്മൾ ഇതാക്കി പോകണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സാറേ. പിന്നെ ദിലീപ് സാറിന്റെ ചേച്ചി കൂടപ്പറപ്പുകളെക്കാട്ടി കൂടുതൽ ഞാൻ വീട്ടിൽ എത്തുന്നിടം വരെ മെസ്സേജ് ഇട്ട് അവര് എന്നോട് ഇതായിരുന്നു, എത്തിയോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോലും അത്രയും ഒരു ഇതില്ല. അതിലും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഇനി എറണാകുളത്ത് ഞാൻ
പിന്നെ സാജിദയോട് പറഞ്ഞു. സാജിദ എന്നെ വിളിച്ചോണ്ട് അത് ഞാൻ പറഞ്ഞില്ലല്ലോ, സാജിദ എന്നെ വിളിച്ചോണ്ട് പോയി ആ തട്ടം മാറ്റി എന്നെ മുഖം കാണിച്ചു, എന്നെ രാജി ചേച്ചിയെ മുഖം കാണിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. ഈ പിന്നെ അന്ന് ഞാൻ പറഞ്ഞു ഈ കണ്ണ് കാണുന്ന, അപ്പൊ ഹസ്ബൻഡ് എല്ലാം കണ്ടും കേട്ടും എല്ലാം നിൽക്കുക, പുള്ളിക്കാരൻ അങ്ങ് ചിരിക്കുവാനോ എന്തുവാനോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ ആ പാച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോ നമ്മള് അവിടെ മറ്റ് ബിസിനസ്സുകളിൽ പോകുമ്പം എല്ലാവരും വലിയ അച്ചീവ്മെന്റ് ഒക്കെ ഇതാക്കി കഴിയുമ്പം നമ്മൾ താഴെ ലെവലിലുള്ളവരെ പരിഗണിക്കുകയില്ല, അവര് അവരുടെ ആ ഒരു രീതി. പക്ഷെ നമ്മൾ വെസ്റ്റീജി വന്ന് അവിടെ പിന്നെ സ്റ്റേഡിയത്തിൽ കയറി കഴിഞ്ഞപ്പോ മുതല് എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ളവരെ പോലെ തന്നെ എല്ലാവരും, പിന്നെ അൻസാർ ഭായി ഒക്കെ ആണെങ്കിൽ ഈ ഫോണിൽ കാണുന്ന പോലെ അല്ല, നമുക്ക് നേരി കണ്ട അൻസാർ ഭായി ആണെന്ന് തന്നെ തോന്നത്തില്ല. അതുപോലെ നമ്മുടെ വെൽനസ് ഗുരു വിനോദ് സാർ ആണെങ്കിലും അങ്ങനെ തന്നെ എല്ലാരും കണ്ടത്. രാജസോപാന സാറിനെ പിന്നെ ഒരുവിധം, പിന്നെ അതുപോലെ സുധീർ ഭായി ആണെങ്കിലും മനസ്സിലാകുമായിരുന്നു. പക്ഷെ അല്ലാതുള്ള ഒരു മനുഷ്യരും പേര് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്. മഹേഷൻ ചേട്ടനെ ആണെങ്കിലും പേര് പറഞ്ഞപ്പം, അതുമല്ല രാവിലെ പോയപ്പോ ട്രെയിനിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടതിന്റെ പേര് മനസ്സിലായി. അങ്ങനെ എല്ലാവരെയും വളരെ സന്തോഷമുണ്ട്. എന്നാ ഈ ഫാമിലിയിൽ എത്തിയത് വളരെ സന്തോഷിക്കുന്നു. ഇനി എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ പോകണമെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് ആ സാഹചര്യം ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പറ്റുന്നതിനൊക്കെ എനിക്കൊരു വരുമാനം നല്ലതാ കിട്ടിക്കഴിയുമ്പോ ഇവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഇപ്പം വിശ്വാസമായി. ഇവരെല്ലാം ഇനി നെഗറ്റീവ് പറഞ്ഞാലും ഞാനത് മൈൻഡ് ചെയ്ത്, വീട്ടുകാരാണെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ഞാൻ എൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ, എനിക്ക് ഭരതൻ സാറ് പറഞ്ഞുള്ള ആയിഷ മേഡത്തിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ആ സമയത്ത് കഴിക്കാൻ പോയിരുന്നു. വന്നപ്പോഴത്തേന് മേഡത്തിന്റെ ഇത് കഴിഞ്ഞായിരുന്നു. സാറ് മേഡത്തിന്റെ അടുത്ത് ചെല്ലണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് മാത്രം പറ്റിയില്ല. മേഡത്തിനെ സ്റ്റേജിൽ ലാസ്റ്റിലാ കണ്ടത്, മേഡത്തിന്റെ കാര്യങ്ങളൊന്നും. എന്നിട്ട് ഞാൻ വിചാരിച്ചു മേഡം എത്രയും ഈ പിന്നെ വിദ്യാഭ്യാസവും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഏത് ലെവലാന്ന് പോലും മേഡത്തിന് അറിയത്തില്ല. അപ്പോഴ് നമുക്ക് ഇത്രയും നല്ലൊരു പിന്നെ അവസരം നമുക്ക് ഇപ്പൊ എല്ലാം നമുക്ക് ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ എല്ലാരും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം പിന്നെ ഇത് മുന്നോട്ട് തന്നെ പോണോന്ന് ഒരു മരിക്കുന്ന വരെ ഇത് തുടരണമെന്ന് തന്നെ ആഗ്രഹം. നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെന്ന് തന്നെ എനിക്ക് ഇന്നലെ തന്നെ അന്നേരം തന്നെ എനിക്ക് മെസ്സേജ്, എനിക്ക് കൂടുതൽ ഞങ്ങൾ സാജിദായി ഞങ്ങളെല്ലാം കൂടെ ഗ്രൂപ്പ് ഫോട്ടോ ഇട്ടു. അതുപോലെ തന്നെ നീതു മെയിനായിട്ട് ഞാൻ പോയത് നമ്മുടെ അപ്ലൈന് സ്റ്റേജിൽ കയറി ഇത് വാങ്ങിക്കുന്നത് കാണണം, എന്നിട്ട് ആളെ അവരുടെ കൂടെ ആ സ്റ്റേജിൽ എനിക്കും കയറണം എന്ന് ഒരു ചെറിയ പില്ലവലെങ്കിലും എടുത്ത് അവരുടെ കൂടെ കയറണം എന്ന് വിചാരിച്ചു തന്നെ തിരിച്ചു വന്നേക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായത്. മറ്റേ എന്നും സാറ് എന്നും ഇങ്ങനെ സാറ് എന്നും ഒരു കാര്യം തന്നെ പറയുന്നു, കേൾക്കുന്നവരെല്ലാം പറയും ഓ സാറ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് അവരുടെ ശമ്പളത്തിലായിരിക്കും ഇതുപോലെ എല്ലാം ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ഇത് കാണിച്ച് മോട്ടിവേഷൻ തരുമായിരിക്കും എന്നൊക്കെ. പക്ഷെ ഇന്നലത്തെ അവിടുത്തെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പം ഇതൊന്നും മോട്ടിവേഷൻ ഒന്നും അല്ല എന്ന് എനിക്ക് അവിടെ മനസ്സിലായി. എല്ലാവരും അതാണ് മതസൗഹാർദ്ദമാണേലും എല്ലാം. ഇത് എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. എന്ന് വെച്ചാ ഞാൻ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ, എന്ന് വെച്ചാ എന്നെ വീട്ടിലുള്ളവർ പറയും നിന്നെ കൊണ്ട് ഇതിനൊന്നും കഴിവില്ല, നിനക്ക് കഴിവില്ല, നീ അങ്ങനെ ഇങ്ങനെ ഞാനില്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ ജീവിക്കും, ഇങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ അങ്ങ് ഇതാക്കും. അപ്പൊ എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട്, നമുക്ക് നല്ല ആരോഗ്യത്തോടെ തന്നെ ജീവിക്കാൻ പറ്റും എന്ന്. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. ഇനി സാറിനെ മാത്രം കണ്ടാൽ മതി. സാറ് ഇപ്പം 14 ജില്ലയിലെ ഓരോരുത്തരെങ്കിലും ഇനിയും ഓരോ 14 ജില്ലയിലെ ഓരോ പഞ്ചായത്തിലെ ആൾക്കാർ സാറ് വരുമ്പോ വന്നു കഴിയുമ്പോ എല്ലാവരും സാറിനെ എന്തുവാ ഇല്ലേ തേനീച്ചക്കൂട് പൊതിയുന്ന പോലെ പൊതിയും. ഞങ്ങളെ അതുപോലെ എല്ലാരും കൂടുതൽ അറിയും. എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇപ്പൊ നല്ല സന്തോഷമാണ്. അതുപോലെ ഇപ്പം ഞാനും ഒരു എന്നെ സാജിത കണ്ടപ്പോഴേ പറഞ്ഞു ഇപ്പൊ ഫുൾ വെസ്റ്റീജിനായല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഈ 4 മാസത്തിന് മുമ്പ് വരുന്ന സമയത്ത് എന്റെ തലയിൽ ഒരു മുടിയേ ഇല്ല, ഉച്ചിയിലൊന്നും ഒരു മുടിയില്ല. അതെല്ലാം കിളിച്ച് എല്ലാവരുടെയും മുന്നിൽ ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ പോകാനൊരു ആത്മവിശ്വാസം വന്നു തുടങ്ങി. അത് തന്നെ വളരെ സന്തോഷം സാറേ. ഞാൻ ജോലിയിൽ ഇടയ്ക്കാ എന്നെ അവിടെ കൊട്ടി വിളിക്കുന്നുണ്ട്, സമയത്തിന് ആയില്ലേ. താങ്ക് യു വളരെ സന്തോഷം.
ഓക്കെ. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ സാധ്യത ഇങ്ങനെ ശ്രീനിവാസൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അത്രക്കും എനർജറ്റിക് ആണ്. ഒരൊറ്റ കാര്യം, ഈ എനർജി കളയാതെ അടുത്ത വർഷത്തെ അവാർഡ് ഫംഗ്ഷനിൽ ഹസ്ബൻഡിനെ കൊണ്ടുപോയി ക്രൗൺ ഡയറക്ടറിൽ കയറാനെന്ന് പ്രാർത്ഥിക്കാട്ടോ. അടുത്ത അവാർഡ് ഫംഗ്ഷനിൽ ക്രൗൺ ഡയറക്ടറാണ്, ചെറിയ പിന്ന് പോരാ. അത് നമ്മൾ എന്നോട് രാജസോപാന സാറ് കൈ തന്നിട്ട് പറഞ്ഞു അടുത്ത അവാർഡ് ഫംഗ്ഷന് ക്രൗൺ ആവണമെന്ന് സാറ് ഷായ് സാറിനെക്കാട്ട് മുന്നിൽ പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമുക്ക് പിടിക്കാം. ഓക്കെ, അടുത്ത രാജു ചേട്ടന്റെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേൾക്കാം. രാജു ചേട്ടാ ഒന്ന്, രാജു ചേട്ടന്റെ എക്സ്പീരിയൻസ് ഒന്ന് സാർ പറയാം. താങ്ക് യു ഗുഡ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം ഈ പറഞ്ഞ സീന മാഡത്തിന് വളരെ ഒരു നന്ദി. കാരണം ഈ സീന മാഡത്തിന് ഞാനവിടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് സീന മാഡത്തിന്റെ മോൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ മോനെ കണ്ട് 16 വയസ്സാവുന്നുള്ളൂ. നേരത്തെ മോനോട് ഞാൻ മോട്ടിവേറ്റ് ചെയ്തു, മോനെ 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരണം, ഈ അമ്മയെക്കാളും മുന്നേ കയറിപ്പോണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാജു സോപാനം. എൻ്റെ കൊല്ലം കരുനാഗപ്പള്ളിയാണ്. അവിടെ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഒരു 20 വർഷം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നമ്മുടെ ഇന്ത്യയെ ഇന്ത്യക്ക് സുരക്ഷ നൽകിയ ആളാണ്. ഇന്ന് ഞാൻ നമ്മുടെ കേരളത്തിന്റെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്ന ഒരാളാണ്. അപ്പം ഇന്നലെ നമ്മുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് എന്താ അവാർഡ് ഫംഗ്ഷൻ, അതായത് ആ ഗാലറി എന്ന് വെച്ചാൽ ഒരു സൂചി ഇടാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ ഗാലറി നിറഞ്ഞ്, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന കാര്യം. ആ ഗാലറിയിൽ ഇരുന്ന് എന്തെന്നാ ഞാൻ മിക്കവാറും നമ്മുടെ മേളത്തെ ഗാലറിയിലേക്ക് പോകേണ്ട ആ സ്റ്റെപ്പ് വരെ നമ്മുടെ ലേഡീസ് ഇരിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് അവര് അവിടെ കയറിയിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഒരുപാട് ഹൃദയം വേദനിക്കുന്ന ഒരു ഇത് തോന്നി. കാരണം നമ്മുടെ കൂടെ വന്ന അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനുള്ള ഇത്രയും പേര് ആ ഒരു ഗാലറി ഇരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്റെ ഹൃദയം വേദനിച്ചു. ഞാൻ അവരോടൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു കസരകൾ ഇടയ്ക്കിടയ്ക്ക് ഒഴുങ്ങി ഉണ്ടെന്ന് പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ട് വരികയും ഓരോന്നൊക്കെ കാര്യമുള്ളതിന് ഞാൻ പിടിച്ചിരുത്താൻ ശ്രമിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 8:15 കൂടി ഞാൻ അവിടെ എത്തുന്നു. 8:15 കൂടി ഞാൻ അവിടെ എത്തുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അവിടെയുള്ള എൻട്രി നമുക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അവിടെ QR കോഡ് സ്കാനിങ് ഉണ്ടായിരുന്നു. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഞാൻ അകത്ത് കയറുന്നു. അപ്പം ഒരുപാട് ലേഡീസ് ഒക്കെ വന്നു നിന്നിട്ട് അവർക്ക് അകത്ത് കയറാൻ പറ്റുന്ന ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നു. പിന്നെ അവർക്കൊക്കെ ഒന്ന് സജഷൻ ചെയ്തു, കാരണം നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ നേരെ കയറി പോവാം, ഇത് അച്ചീവ് ചെയ്തവർ മാത്രം QR കോഡ് സ്കാൻ ചെയ്താൽ മതി എന്നൊക്കെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോയി. ഞാൻ സീറ്റിൽ പോയി ഇരിക്കുകയും ചെയ്തു. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഗാലറി ഒക്കെ ഒരു തുച്ഛമായ ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ, കുറച്ച് ആൾക്കാർ. ഒരു 10 മണിയോട് കൂടി തന്നെ ഗാലറി നിറഞ്ഞ്, ഗാലറിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ മിക്കവാറും ഇങ്ങനെയുള്ള ഒരു സീൻ കാണുന്നത് നമ്മളൊരു ക്രിക്കറ്റ് പോകുന്ന സമയത്താണ്. ആ ഗാലറി അവിടെ പോകുമ്പോഴത്തേക്ക് ഗാലറി ഫുള്ളായിട്ട് അവിടെ നിൽക്കാനും പറ്റാത്ത രീതിയിൽ ആൾക്കാർ തള്ളിക്കൂടി നിൽക്കുന്ന ആ ഒരു അവസ്ഥ. അതുപോലാണ് നമ്മുടെ ഈ അവാർഡ് ഫംഗ്ഷൻ വന്നത്. അത്രയ്ക്കും ഒന്നാമത് കൂടുതലും പേര് എന്നോട്ട് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, സാറേ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാമോ? അന്നേരം അവിടെ വെള്ള കസേര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഇരിക്കാമോ? ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരുന്നോ, ഒരു കുഴപ്പമില്ല, ഇരിക്കാൻ പറയാം. അങ്ങനെ അവര് പുതിയ ആൾക്കാരാണ്, കാരണം ഇവര് വെസ്റ്റേജ് എന്താണെന്ന് അറിയാൻ മേത്ത ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ വന്ന് അവിടെ ഇരിക്കുന്ന കണ്ടപ്പം അവർക്ക് നമ്മള് കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ട രീതിയിലൊക്കെ നമുക്ക് തോന്നുമായിരുന്നു. കാരണം ഞങ്ങൾ ഇരുന്നോ, കുഴപ്പമില്ല, നിങ്ങൾ ഇരുന്നോ. അങ്ങനെ ഒരു ലേഡി ഹസ്ബൻഡിനോട് കൂടി വന്നിട്ട് എൻ്റെ അടുത്ത് ഇരുന്നായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാണപ്പോഴത്തന്നെ നമ്മുടെ ഒരു എന്താ പറയാ, വളരെ മനോഹരമായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മീറ്റിംഗ്, നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ സ്റ്റാർട്ടായി. അപ്പൊ ഒരു ഉച്ച വരെ നമുക്ക് നമ്മുടെ VMC മെമ്പേഴ്സിന്റെ ഒരു അനുഭവങ്ങളും അവര് സാലറി മേടിക്കുന്നതും അവരെന്താണ് അച്ചീവ് ചെയ്തതും അവര് എന്തെല്ലാം വാങ്ങിച്ചു എന്നുള്ളവരെ VMC മെമ്പേഴ്സ് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ അപ്പോഴത്തേക്ക് ഒരു ഊണിന്റെ സമയമായി. അപ്പം ഓരോരുത്തർ പോയി ഉണ്ണാനൊക്കെ പോയി. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചത് അവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഒരു കിച്ചൺ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ 3-4 സ്റ്റാഫ് ഇരിപ്പുണ്ടായിരുന്നു ടോക്കൺ തരാൻ വേണ്ടി. അപ്പൊ ഞാൻ ആദ്യം തന്നെ ടോക്കൺ എടുക്കുകയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ നിന്നെല്ലാം കറക്റ്റ് ആയിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാനും ടോക്കൺ എടുത്തോണ്ടിരുന്നു. കാരണം നല്ല വീടായിരുന്നു, ലൈൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ടോക്കൺ എടുത്തിട്ട് ഞാൻ സീറ്റിൽ പോയിരിക്കുകയും ഓരോ ലീഡേഴ്സ് വരുമ്പോൾ അവരെ ചെന്ന് അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും അവരെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഗാലറി നിറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ സ്റ്റാർട്ടായി. VMC മെമ്പേഴ്സ് നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ തരികയും അവിടെ അനുഭവം പറയുകയും ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഓരോരുത്തർക്ക് നമുക്ക് അവാർഡ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ നമുക്ക് അവാർഡ് സ്റ്റാർട്ടായി.
അങ്ങനെ ആദ്യം ഡബിൾ യൂണിവേഴ്സിറ്റി ക്രൗൺ ഡയറക്ടർ കൊടുത്തു. അത് അപ്പം അവരൊക്കെ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഡബിൾ യൂണിവേഴ്സിറ്റി ക്രൗൺ ഡയറക്ടറിന് കൊടുത്തു. അത് ക്രൗൺ പിന്നെ ഡയറക്ടർക്കും പിന്നെ അതുപോലെ ഡയമണ്ട് ഡയറക്ടറും. അപ്പൊ ഈ ക്രൗൺ ഡയറക്ടർ വരെ വന്നപ്പോഴത്തേക്ക് പിന്നെ വലിയ കുഴപ്പമില്ല, കൂടുതൽ ആളില്ലെങ്കിലും പിന്നെ അവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ ഡയമണ്ട് ഡയറക്ടർ പോലെ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരാണ് അവാർഡ് മേടിക്കാൻ, ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. അങ്ങനെ സ്റ്റാർ ഡയറക്ടറൊക്കെ സ്റ്റാർ ഡയറക്ടർ ആയാലും ഗോൾഡ് ഡയറക്ടർ ആയാലും സിൽവർ ഡയറക്ടർ ആയാലും ബ്രോൺസ് ഡയറക്ടറും സിൽവർ ഡയറക്ടറൊക്കെ വന്നപ്പോഴാണ് അവിടെ പിന്നെ ഒരു ഇപ്പം അത് അവാർഡ് നമ്മൾക്ക് കൊടുക്കുന്ന ആൾക്കാർ തന്നെ അവിടെ ഇരട്ടിക്കേണ്ടി വന്നു. കാരണം ആദ്യം പിന്നെ കൊടുത്ത ഒരു ടീം ഒരു ലൈൻ നിർത്തി കൊടുത്തതിന്റെ ഒപ്പം തന്നെ അതിന് തൊട്ട് ബാക്കിൽ അടുത്ത ടീമിനെ അണി നിർത്തി അവിടെ രണ്ടുപേരെ പിന്നെ ഈ അവാർഡ് കൊടുക്കാനായിട്ട് നിർത്തി. അങ്ങനെ 4 പേരാണ് ഒന്നിച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും അവിടെ ഈ പിന്നെ സ്റ്റാർ ഡയറക്ടറും അല്ല സിൽവർ ഡയറക്ടറും ഗോൾഡ് ഡയറക്ടറും ബ്രോൺസ് ഡയറക്ടറും ഒന്നും തീരുന്നില്ല. അത്രയ്ക്കും മനോഹരമായിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ ഇത് നമുക്ക് അവരെയും കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത് 2-3 ദിവസത്തെ കാര്യമല്ല. 2-3 ദിവസം അത് ഈ അവാർഡ് ഫംഗ്ഷൻ നടത്തിയെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യം പറയാൻ, അല്ലെങ്കിൽ അവരുടെ അനുഭവം പറയാൻ, അവരെങ്ങനെ എന്തെങ്കിലും വന്നു എന്നുള്ള ഒന്നും പറയാൻ പറ്റാത്ത അവസരം. അത്രയ്ക്കും ആളാകേണ്ടത് അവർ ചെയ്തത് നല്ല കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ വളരെ ഒരു അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വലിയ ലീഡേഴ്സ്, അതായത് നമ്മുടെ ഭരതേട്ടൻ, നമ്മുടെ ജോസ് കുമാർ സാർ, അവരുടെ എക്സ്പ്രഷൻ, അവരുടെ ഒരു പിന്നെ എന്താ പറയുക, ഇപ്പം സിനിമാടം പറഞ്ഞു വിട്ട് നമ്മുടെ ഭരതേട്ടൻ വന്നിട്ട് ഒരു 20 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൂട്ട് കിടന്ന് അവിടെ ഡാൻസ് കളിക്കുകയും അവരുടെ അനുഭവങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവം തന്നെ. ഇത് ഒരു മിറാക്കിൾ പോലാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്കും മനോഹരമായിരുന്നു. ഇതുപോലെ എനിക്ക് സൂം മീറ്റിങ്ങിനോടൊപ്പം തന്നെ ഞാൻ മിക്കവാറും ഉള്ള നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം ഞാൻ പങ്കെടുക്കാറുണ്ട്, ഫിസിക്കൽ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പം ഇത് ഈ അവാർഡ് ഫംഗ്ഷൻ ഇത്രയും പേരെത്തുമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല. കാരണം പുതിയ വന്ന ആൾക്കാരൊക്കെ, ഇപ്പം എനിക്കും കുറെ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ എനിക്ക് അവരെ കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഇത്രയും രാവിലെ ഞാൻ അവിടുന്ന് 5:15 ട്രെയിനാണ് പോകുന്നത്. അപ്പം അന്നേരം ഞാൻ പിന്നെ ഒറ്റയ്ക്കാണ് കയറിയത്. അവരൊക്കെ അങ്ങ് എത്താമെന്ന് പറഞ്ഞു. ഒരു 10 മണിക്ക് പിന്നെ എത്തിച്ചേർന്നു. പക്ഷെ അവരെയും കൂടുതലും അവർ എല്ലാം എത്തിയിട്ടുണ്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. ഒക്കെ ഫുഡിന്റെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത്, ഞാൻ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴത്തേക്ക് കുറെ ഫയർവർക്സ് ടീം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവരവരുടെ സ്റ്റാൻഡ് ബൈ ആയിട്ട്, കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കൈകാര്യം ചെയ്യാനായിട്ട് എല്ലാം സജ്ജീകരണങ്ങളോട് കൂടെ ഫയർജൻ അവിടെ വന്നിരുന്നത്. അപ്പം അവരെ കണ്ട് സംസാരിക്കുകയും അവരെ ഞാൻ പിന്നെ നമ്മുടെ ഹാളിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് വണ്ടി വിട്ടു പോകാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഫുഡ് കഴിക്കുന്നതിനൊപ്പം തന്നെ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിയും, അപ്പം അവിടെ തൊട്ടടുത്തുള്ള സ്റ്റേഷനായിരുന്നു വന്നിരുന്നത്. അങ്ങനെ അവരും പിന്നെ ഇത് വളരെ ഒരു അതിശയത്തോടെ കണ്ടത്. അവർ സൈഡിൽ നിന്ന് സ്വല്പം ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് അവർ പോയി. കാരണം വണ്ടിക്കടുത്ത് എപ്പോഴും ആൾ വേണം. എന്തെങ്കിലും തീപിടുത്തോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവർക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കത്ത രീതിയിൽ. അപ്പം അവരൊക്കെ നമ്മൾക്ക് ഒരു നല്ല സപ്പോർട്ടായിരുന്നു തന്നിരുത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ലീഡേഴ്സും, ഒരു ലീഡേഴ്സിനെ നമുക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച ലീഡേഴ്സിനൊപ്പം, പക്ഷെ അതിനുള്ള അവസരം പോലും കിട്ടത്തില്ല. കാരണം എല്ലാവരും ബിസിയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു പിന്നെ ഒരു അവാർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇത് മിസ്സായവർക്ക് ഒരു വലിയ സന്ദേശമാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതെങ്ങനെ മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇതുപോലുള്ള ഒരുപാട് ലീഡേഴ്സിന്റെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനും അത് നമ്മൾ എങ്ങനെ വിൻ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ള സ്റ്റെപ്പൊക്കെ പഠിക്കാൻ നമുക്ക് പറ്റും. അപ്പം ഓരോരുത്തരും ഈ ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത് തന്നെ വരാത്തവരുണ്ടെങ്കിൽ ഇനിയുള്ള ഫംഗ്ഷൻ ആരും മിസ്സാക്കരുതെന്ന് ഞാനൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഇതിനകത്ത് ഞാനവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാനും പോലും അറിയാത്ത എത്രയോ പേര് വന്നു. ഈ ഇപ്പം സിനിമാടം പറഞ്ഞു വിട്ട് ഓരോരുത്തരും വന്നിട്ട് എന്നോട് പറയാം, രാജ്യസഭയിലായിരുന്നു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും, ഷേഖാൻ്റെ കൊടുക്കും. അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി പേര്, ഞാൻ എങ്ങോട്ട് നടന്നാലും ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കും. അതാണ് നമുക്ക് ഇന്ന് എന്തോന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്ത് ഇതുവരെയും നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോഴും വരുമ്പോഴും ഒന്നും നമ്മളങ്ങനെ ആരും അറിയാറില്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട് ഒരുപാട് സഹോദരന്മാരെ നമുക്ക് കിട്ടി. അപ്പൊ അവരൊക്കെ നമ്മളെ കാണുമ്പോഴുള്ള അവരുടെ സന്തോഷം, അതാണ് നമുക്ക് വളരെ ഒരു പിന്നെ എനർജി തരുന്നത്. അപ്പം
ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മീറ്റിംഗ് ആരും കളയരുതെന്ന് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ടീമുകൾ ഉള്ളവരോടെല്ലാം ഞാൻ വന്നോട്ടെ മെസ്സേജ് ഇട്ട് അറിയിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങൾ ഞാൻ അവരെ അറിയിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും വിജയാശംസ നേരുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു രാജേഷേട്ടൻ. രാജേഷേട്ടനെ അവിടെ ചെന്നിട്ട് ആ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ അടുത്ത പ്രാവശ്യം സ്റ്റേജിൽ ഏതൊരു പിന്ന് അച്ചീവ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടാവില്ല? ഏതൊരു പിന്ന് അച്ചീവ് ചെയ്തിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും? സാർ ഇപ്പം അടുത്ത ഇതുപോലെ ഒരു പ്രോഗ്രാം വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു 2 പിന്നെങ്കിലും ഞാൻ മുന്നോട്ട് കയറും എന്നുള്ളത് എനിക്ക് ഉറച്ച് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ പ്രവർത്തനം ഉണ്ടാവും ഇനി. ഓക്കെ, ഇതിൽ ആക്ച്വലി നമ്മൾ ചിന്തിക്കുന്നത് നമുക്കവിടെ സ്റ്റേജിൽ അറ്റ്ലീസ്റ്റ് സംസാരിക്കണം എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറും ആവണം. എങ്കിലും നമുക്കൊരു നല്ലൊരു ട്രോഫി അതെ സാർ. വാങ്ങിക്കുന്ന ക്രൗൺ ഡയറക്ടർ ആയാലും മതി. ഒരു വർഷം നമുക്ക് അത് സമയമുണ്ട്. അവിടെ തന്നെ ഇവിടെ പിന്നെ കൂടുതലും സംസാരിച്ച കാരണം നമ്മുടെ ഈ എന്തെന്നാ ക്രൗൺ ഡയറക്ടർക്കാരനെ കൂടുതൽ സംസാരിക്കാൻ അവർക്കും ലിമിറ്റേഷൻ ഉള്ളായിരുന്നു സംസാരിക്കാൻ. അതുപോലെ സ്റ്റാർ ഡയറക്ടറൊന്നും അവിടെ ഒന്നും സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ലെന്നുള്ള എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കും പിന്നെ ആൾക്കാരുള്ളതുകൊണ്ട്, അത്രയും അവാർഡ് കൊടുക്കാനുള്ളതുകൊണ്ട്, അവർക്കത് മാനേജ് ചെയ്താൽ പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവർക്കൊന്നും സമയം കൊടുക്കാത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞ ഒരു 3 ദിവസമെങ്കിലും എടുത്തെങ്കിലേ ഇതുപോലെ എല്ലാവർക്കും സംസാരിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. 3 ദിവസം നമുക്ക് ഇതെല്ലാം സംസാരിച്ച് എല്ലാവരുടെയും അനുഭവങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്നുള്ള പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. ഇത് വളരെ ഒരു പിന്നെ വണ്ടർഫുൾ ഒരു മിറാക്കിൾ ആയിരുന്നു ഇത്. ഓക്കെ ഓക്കെ സാർ. രാജേഷേട്ടൻ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു അവാർഡ് ഫംഗ്ഷനെ പോലെ തന്നെ പ്രോഗ്രാമാണ് FRU. അത് 3 ദിവസത്തെ പ്രോഗ്രാമാണ്. ഇതേപോലെ തന്നെയാണ് അവിടെ വിജയിച്ച എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സിന്റെ ഫുൾ കഥകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും. ഇന്നലെ ആക്ച്വലി അവാർഡ് ഫംഗ്ഷനിൽ പോയി എന്നെ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വലിയൊരു പ്രോഗ്രാമാണെന്ന്, ഇത്രയും വലിയ കമ്പനിയാണെന്ന് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഒരു 10 പേരെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിസിനസ് ജോയിൻ ചെയ്ത് പോയെന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് അബ്ദുൽ കരീം മുസ്ലിയാർക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹം കുറേ ഫാമിലി അടക്കം പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ വിശ്വാസം ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചത്, അവിടുത്തെ എക്സ്പീരിയൻസ്, നമുക്ക് അവിടെ നിന്ന് തീരുമാനം എടുക്കാൻ സാധിച്ചു. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കരീംക്ക്. പറയാം. ഗുഡ് മോർണിംഗ് സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കണ്ടോ? കേൾക്കാം. കേൾക്കണ്ടോ? കേൾക്കാം. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂർ പോയിട്ട് എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. ആ അനുഭവം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഭാര്യയുടെയും മക്കളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയണ്ടായില്ല. അവരെന്ത് ചെയ്തും വിശ്വസിക്കണ്ടായില്ല. ഞാൻ പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ട് കൊടുക്കും, അവര് എന്റെ നിർബന്ധം കൊണ്ട് കഴിക്കുന്നല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് കഴിച്ചതല്ല. ഇംഗ്ലീഷ് മരുന്നൊക്കെ ഉപേക്ഷിച്ചിട്ട് 36 കഴിച്ചു. പക്ഷെ അതൊന്നും 36 എന്ത് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഇതോടുകൂടി എടുക്കണ്ടായില്ല. സീരിയസ് കേസായിട്ട് എടുക്കണ്ടായില്ല. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു നമുക്കൊരു പരിപാടി പോകണം, എന്തായാലും പോകണം. ഞാൻ മഞ്ഞിൽ അതൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ മകനെയും വിളിച്ചിട്ട് അവര് പുതിയ ആൾക്കാരല്ലേ, അപ്പൊ അവർക്ക് എങ്ങോട്ടൊക്കെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവര് മാറി. പക്ഷെ എന്നാലും ഞാൻ ഭാര്യനെ എന്റെ മകളെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ 37 വരുന്നത് ഞാൻ. എന്നിട്ട് ഭരത സാറിനെ ഞാൻ കാണിച്ചു കൊടുത്തു. 76 വയസ്സ്, 80 കടന്നേക്കണ മനുഷ്യനാണ്. അയാൾ ഓടി നടക്കണുണ്ട്. 20 വയസ്സായ ആൾക്കാർ അത്രയും ഇതിൽ നടക്കൂല. നീ കണ്ടാന്ന് ചോദിച്ചാ കണ്ട്. അത് ഇതിന്റെ ഫലാണ്. ഇത് കഴിച്ചതിന്റെ ഇതിന്റെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് അയാൾ എത്തിയേക്കണ പൊസിഷനാണ് അത്. അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പൊ 18 ലക്ഷം രൂപ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂപ്പരാണെങ്കിൽ നല്ല ശമ്പളത്തിൽ നിൽക്കും. തഹസീൽദാറാണ്. അതിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയി. ഇപ്പൊ ഇതിനകത്ത് ഫുൾ വർക്കാണ്. പിന്നെ അതുപോലെ നമ്മുടെ മറ്റേ സാറിനെ കാണിച്ചു കൊടുത്തു. നമ്മുടെ സയന്റിസ്റ്റ് ആയ സാറുണ്ടല്ലോ, പേരിന്റെ ഓർക്കുള്ള സാറേ. അപ്പോ ആ സാറിന് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ജ്യോതികുമാർ സാറ്. അപ്പൊ ആ സാറിനെ കാണിച്ചു കൊടുത്തു. ആ സാറാണെങ്കിൽ ലക്ഷങ്ങൾ ശമ്പളം മേടിച്ചോണ്ടിരുന്ന ആള് ഇപ്പൊ അതേ സോപ്പും ഇതും പേസ്റ്റ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് മൂപ്പര് ആ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഈ ജോലിയിലേക്ക് ഇറങ്ങിയിരിക്കാറ്. മൂപ്പരും വലിയ പൊസിഷനിലെത്തി. അപ്പൊ മൂപ്പരുടെ വാക്കൊക്കെ കേട്ടപ്പോ ചെറുക്കാൻ മനസ്സിലായി, ബോധ്യായി. അങ്ങനെ അതെനിക്ക് വലിയൊരു അനുഭവമായി. പിന്നെ നമ്മള് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്തെ നമ്മള് ഈ വെസ്റ്റേജ് എന്ന് വെച്ചാൽ വേറെ പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ ബന്ധുക്കളൊക്കെ ഒരുപാട് നാള് ഗൾഫിലോ അല്ലെങ്കിൽ എവിടെയും ദൂരെ നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു അനുഭവമാണ് ഈ വെസ്റ്റേജിലെ ആൾക്കാരെ കാണുമ്പോൾ പ്രത്യേക ഉള്ളൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മ കാണുമ്പോൾ നമ്മുടെ കുടുംബക്കാരെ അകന്ന് നിന്ന ആൾക്കാര് പെട്ടെന്ന് വന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുമ്പോഴുള്ള സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായത്. അത് ഒരിക്കലും കാണാത്ത ആൾക്കാരൊക്കെ കാണുമ്പോ നമ്മുടെ അനിയന്മാര് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ എവിടെയൊക്കെ ദൂരെ പോയി കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മളെ കാണാൻ വന്നത് പോലെയാണ് എനിക്ക് ആ ഇതിനനുഭവം. അത് വലിയൊരു
ഗുണം. അപ്പൊ നമ്മുടെ ഭാര്യയെയും മക്കളെയും തന്നെ അവര് കെയർ ചെയ്യുന്നത് തന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ തന്നെ അവര് ഭയങ്കര സ്നേഹത്തോടുകൂടിയും വലിയ ബഹുമാനത്തോടുകൂടിയാണ് കാണുന്നത്. അതാണ് ഏറ്റവും വലിയ ഇത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ കൂട്ടുകാരന്മാരോട് കുറെ പേരോട് ഞാൻ പറഞ്ഞു. പക്ഷെ അവന്മാരാരും ഒരാളെങ്കിലും വന്നായിരുന്നെങ്കിൽ അവരെ കൊണ്ട് എനിക്ക് ഗുണമുണ്ടായേനെ. പക്ഷെ ആരും വന്നില്ല. നിർഭാഗ്യവശാൽ അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് പോട്ടെ. അപ്പൊ അതൊന്നും നമ്മൾ ഇനി എന്നാലും നമ്മള് ശ്രമം പുറയിലേക്കില്ല, മുന്നോട്ട് തന്നെ നിൽക്കണം. അപ്പൊ ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമുക്കൊരു ക്രൗൺ ഡയറക്റ്റ് ആയിട്ടെങ്കിലും കയറണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ ഇൻഷാ അള്ളാ അത് നടത്തണം. അതിന്റെ പരിശ്രമത്തിലാണ്. ഞാൻ ഈ പള്ളിയിലെ ജോലി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആളുകളായിട്ട് സംസാരിക്കാൻ ഒരു വേദി ഒരുക്കാൻ പറ്റുള്ള. നമ്മൾ ഈ വെറുതെ പോയി സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പ്രൊഡക്ഷന്റെ ആ ഇത് കാണിച്ചു കൊടുക്കണം, ഡെമോ കാണിച്ചു കൊടുത്തിട്ട് ചെയ്യാന്നുള്ള കണ്ടീഷനിലായിരിക്കണം. അപ്പൊ ഏതായാലും ഈ റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ എനിക്കത് പൂർത്തിയാക്കാൻ കഴിയും. ഞാനിപ്പോ ഡൽഹിക്ക് പോണ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഏതായാലും അതുകൂടെ കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ഊർജ്ജം കിട്ടും. അപ്പൊ എനിക്ക് ഇതിനകത്ത് നല്ല ഊർജ്ജം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വേറൊരു ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുത്ത പ്രൊഡക്റ്റ് ഒക്കെ 36 ഇന്നലെ എടുത്ത് എല്ലാം സ്വയം ഇഷ്ടത്തോടു എടുത്ത് കഴിക്കണം. അത് വലിയ സന്തോഷമായി. സ്വയം ഇഷ്ടത്തോടുകൂടി കഴിക്കുന്നതല്ല, മക്കളെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. ഇത് കഴിക്കണി അത് കഴിക്കണമെന്നും പറഞ്ഞിട്ട് അവരെ കൊണ്ടും കഴിപ്പിച്ചു, മകനെ കൊണ്ടും കഴിപ്പിച്ചു, മകളെ കൊണ്ടും കഴിപ്പിച്ചു. ഞാനിത് ആർക്കും കൊടുക്കാൻ ഇപ്പോഴത്തെ സമ്മതിക്കൂലായിരുന്നു. ഒരാൾക്കും കൊടുക്കാൻ സമ്മതിക്കൂല. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത പണിയില്ല. ഞാൻ ഏതായാലും പരീക്ഷണ വസ്തുവാണ്. അപ്പൊ എന്നെ പരീക്ഷണ വസ്തുവാക്കണാലും മക്കളാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇന്നലെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ തന്നെ എല്ലാ പ്രൊഡക്റ്റും എനിക്ക് തോന്നുന്നൊരു 6, 7, 8, 9 പ്രൊഡക്റ്റ് 36 കഴിക്കുന്നുണ്ട്. അതെല്ലാം മക്കളെ കൊണ്ടും എല്ലാം എടുത്തു കൊടുത്ത് കഴിക്കണമെന്നും പറഞ്ഞ് കഴിപ്പിച്ച് എല്ലാവർക്കും നല്ല സന്തോഷം. നീ എന്താ വരാഞ്ഞ? നിങ്ങൾക്ക് വന്നാൽ വാപ്പി ഇത് ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് കാണാൻ പാടില്ലായിരുന്നു, നിങ്ങൾക്ക് കണ്ടു ബോധ്യപ്പെടാൻ പാടില്ലായിരുന്നു. മകൻ അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കില്ല ഓരോ കാര്യമില്ലേ. അപ്പൊ അപ്പൊ അവർക്കും ബോധ്യമായി. അന്ന് ആ ബുക്കുകൾ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിൽ പ്രൊഡക്റ്റിന്റെ ബുക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൊടുത്ത് അതൊക്കെ വായിച്ചു പഠിക്കാം. ഞാൻ നോക്കട്ടെ, ഞാനും ചേരാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിപ്പുണ്ട്. ഒരു നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്കൊരു ഇത് കിട്ടണമല്ലോ. അപ്പൊ അതായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മുടെ കൂട്ടുകാരന്മാരെ കൂടെ ഒന്ന് ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും ഞാൻ മുന്നോട്ട് തന്നെ പോകാനുള്ള തീരുമാനത്തിലാണ്. വളരെ വളരെ മനസ്സുകൊണ്ട് വളരെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അതായത് നമ്മുടെ കുടുംബക്കാരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റേജിന്റെ കുടുംബക്കാരെയൊക്കെ കാണുമ്പോൾ അതിലും വലിയ സന്തോഷം. ഭീമാ മാഡത്തിനെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ പിന്നെ സാജിദ മേഡത്തിനെ, അതുപോലെ മറ്റുള്ള എല്ലാവരുടെ പേര് എനിക്കറിയില്ല, അതാണ് വിഷയം. അപ്പൊ എല്ലാവരും കണ്ട് സന്തോഷമായി. അവരെ കൊണ്ടുപോയി ഞാൻ മുകളിലെത്തി. എന്റെ ഭാര്യയുടെ മക്കളെ കൊണ്ടുപോയി മുകളിലെത്തിയതിനു ശേഷം സീറ്റ് പിടിച്ചതിന് ശേഷം ഞാൻ താഴെ വന്നു. എല്ലാവരും വിഷ് ചെയ്ത് എല്ലാവരെയും കണ്ട് എല്ലാവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. വലിയ സന്തോഷമായി. വലിയൊരു അനുഭവമാണ്. എന്തായാലും ഇനിയും നടക്കുന്ന ഫംഗ്ഷനിൽ ഒട്ടും എവിടെ നടന്നാലും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്നാണ് നമ്മുടെ തീരുമാനം. ഫംഗ്ഷൻ പങ്കെടുത്ത് നമ്മൾ അറിവ് നേടിയാലേ നമുക്ക് ഇതിനകത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഏറ്റവും വലിയ കാര്യം ഇതിനെ പറ്റിയുള്ള അറിവുകളാണ്. ഈ അറിവ് നേടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പൊ അത് ഞാൻ ഇനി കഴിയുന്നത് മറ്റേ നമ്മുടെ ഇവിടെ നടക്കുന്ന സിഇയിലൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ പങ്കെടുക്കും. സിഇഒയിലൊക്കെ കൊണ്ടുപോയി പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കാം. അവര് ഒരാളെയും വന്ന് കിട്ടിയ അത്ര അല്ല. വിഷയോൾ താങ്ക് യു കരീം ആക്ച്വലി എല്ലാ ഫംഗ്ഷനും പങ്കെടുക്കുന്ന ആളാണ്. അതുപോലെ ഡൽഹി FRയിൽ പങ്കെടുക്കാൻ പോവാണ്. അതുപോലെ കേരളത്തിലെ FRI ടിക്കറ്റ് 2 സ്ഥലത്തും FRI ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചു. നമ്മൾ കേരളത്തിലെ ടിക്കറ്റ് ഓഫർ തന്നിപ്പോലും പല ആൾക്കാരും ബുക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം കേരളത്തിലും ബുക്ക് ചെയ്തു, ഡൽഹിയിലും ബുക്ക് ചെയ്തു. ഡൽഹിയിലേക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ പോകണം. ഈ ഒരു പ്രോഗ്രാമിന്റെ വാല്യൂ അതാണ്. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഇനിയും ഉണ്ട്. നമുക്ക് നാളെ ബാക്കി കുറേ ആൾക്കാർക്ക് നാളെ സംസാരിക്കാം. കാരണം സമയമായതുകൊണ്ടാണ്. ബാക്കിയുള്ള ആൾക്കാർ നാളെ സംസാരിക്കാൻ റെഡിയായി നിൽക്കണം. കാരണം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്താണ് ഈ തീരുമാനം എടുക്കാൻ സാധിക്കുന്നത് അതൊക്കെ ഒന്ന് പറയാൻ സാധിക്കാൻ. ഒരു നല്ലൊരു പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ നമുക്ക് ബ്രൗൺ സെലക്ടർ ആവാൻ ഒരു 3-4 മാസം മതി. 3-4 മാസം കൊണ്ട് നമുക്ക് ബ്രൗൺ സെലക്ടർ ആവാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4 മാസം കൊണ്ട് ബ്രൗൺ സെലക്ടർ ആവാൻ സാധിക്കും, നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അടുത്ത നിങ്ങൾക്കുള്ളിൽ ഒരു 6 പേരെ നമുക്കൊരു വർഷം കൊണ്ട് ബ്രൗൺ സെലക്ടർ ആയി കഴിഞ്ഞാൽ ക്രൗൺ ഡയറക്ടർ ആവാനും അതുപോലെ സ്റ്റേജിലേക്ക് കയറാൻ സാധിക്കുന്നുണ്ടോ? ഒരു 1 lakh+ ഇൻകം വാങ്ങിക്കാൻ പറ്റുന്ന ക്രൗൺ ആയി സാധിക്കുന്നുണ്ടോ? അങ്ങനെ അടുത്ത വർഷത്തെ അവാർഡ് ഫംഗ്ഷനും അടുത്ത വർഷം FRI ഒക്കെ നമുക്ക് നല്ലൊരു പിൻ ലെവൽ അച്ചീവ് ചെയ്തിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ഇതിൽ നമുക്ക് ഏറ്റവും പ്രശ്നം ഈ
സീനിയൊക്കെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നുള്ള നെഗറ്റീവ് നമ്മളെ എപ്പോഴും തളർത്തിക്കളയും. കാരണം നമ്മൾക്ക് വരുമാനം ആദ്യമൊന്നും ഉണ്ടാവത്തില്ല, ചെറിയ വരുമാനം ഉണ്ടാവത്തില്ല. ഈ വരുമാനം വീട്ടുകാർക്ക് ഒരിക്കലും ഹാപ്പി ആവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡായിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു വരുമാനം നല്ലത് കാണിച്ചു കൊടുക്കുക. ഒരു 1000, 1500, 2000 രൂപ, 4000 രൂപയൊക്കെ വരുമാനം വരുമ്പം ചെറിയ ചെറിയ സപ്പോർട്ട് വരും. ഇന്നലെ തൃശ്ശൂർ തന്നെയുള്ള ഒരു അശ്വിനി എന്ന് പറഞ്ഞ കുട്ടി, അവളുടെ ഹസ്ബൻഡ് ഇന്നലെ ആദ്യമായിട്ട് അറിഞ്ഞത് ബിസിനസ്സിലുള്ള കാര്യം. 3 മാസമായി വരുമാനം വാങ്ങിക്കുന്നുണ്ട്, 4000, 5000 രൂപ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെയാണ് ഹസ്ബൻഡ് മെസ്സേജ് ചെയ്യുന്നത് അറിഞ്ഞതും ആ സ്റ്റേജിൽ കണ്ടതും. അപ്പോൾ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാതെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല കമ്പനികളിൽ പോയി പൈസ കളഞ്ഞിരിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ടും നമ്മുടെ നാട്ടിൽ കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാർ മാത്രമായതുകൊണ്ടാണ് ഇന്ന് എവിടെ നിന്നും നമുക്ക് സപ്പോർട്ട് കിട്ടാത്തത്. അത് തിരിച്ചറിവ് നമുക്കുണ്ടാവും, നമ്മൾ അതുകൊണ്ട് നമുക്ക് കിട്ടാതെ. പക്ഷെ നമ്മൾ കണ്ടിന്യൂ പ്രയത്നിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ ആൾക്കാർ വരും. അത് തളരാതെ പതരാതെ നമ്മൾ വർക്ക് ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക. ഇത് എന്തുകൊണ്ടാണ് ഈ പ്രസൻറ്റേഷൻ ഞാൻ 3 നേരം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്താണ് അവർക്ക് ഇവിടെ വരാൻ സാധിക്കുന്നത്, പ്രസൻറ്റേഷൻ കേൾക്കാൻ തോന്നുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അത് വരാൻ മടിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ റെക്കോർഡ് സെഷൻ അയച്ചു കൊടുത്തെങ്കിൽ അവർ കേൾപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണമെങ്കിൽ നമുക്ക് ജോയിനിങ് നടക്കും. 1 വർഷം കൊണ്ട് നമുക്ക് ക്രൗൺ ഡയറക്ടർ ആവാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം. നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ട ദിവസമാണ്. ഇനിയും നമ്മുടെ ടീമിൽ ഇനി 4-5 ദിവസം ബാക്കിയാണ്. ഒരുപാട് ക്വാളിഫിക്കേഷൻ വരാൻ പോവാ, ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവാർഡ് ഫംഗ്ഷന് വേണ്ടിയിട്ടല്ല നമ്മൾ അച്ചീവ് ചെയ്തത്, ഇനിയും പിന്നുകൾ വരെ വരാനുണ്ട്. നമ്മുടെ ടീം ആക്ച്വലി ഇതാ ഇപ്പോഴാണ് തുടക്കം. ഇതുവരെ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്തായിരുന്നു ഇത്രയും വർഷം. ഞാൻ 4.5 വർഷമായി ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് മുഴുവനും ക്വാളിഫിക്കേഷനും വരുമാനത്തിൻ്റെ സമയമാണ്. ഈ മാസം ആദ്യമായിട്ടൊക്കെ നമ്മുടെ ടീമിൽ വീണ്ടും LOB വാങ്ങിക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. LOB എന്ന് പറഞ്ഞാൽ നല്ല വരുമാനം കേട്ടോ, 20,000-25,000 ഒക്കെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ലെവലുകളാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഒന്നുകൂടെ സീരിയസ് ആയി മാറാൻ ശ്രമിക്കണം. സമയം പാഴാക്കി കളയാതെ നിങ്ങളുടെ ഡ്യൂട്ടി സമയം ഫിക്സ് ചെയ്യും. ഇത്ര മണിക്കൂർ വെസ്റ്റിച്ചിട്ട് മാറ്റി വെക്കുകയാണ്, വേറെ ഒന്നും ആ സമയത്ത് ചെയ്യത്തില്ല. ആ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കിയാൽ 100% നിങ്ങൾക്ക് അത് വിജയിക്കാൻ സാധിക്കും. നിങ്ങളോടൊപ്പം ആൾക്കാർ വരുന്നുണ്ടാവും. ഒന്ന് ശ്രദ്ധിക്കുക, സൂമിലേക്ക് വരാൻ മടി കാണിക്കുന്ന ആൾക്കാർക്ക് റെക്കോർഡ് സെഷൻ കൊടുത്തിട്ട് അവരെ കേൾപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർ കേൾക്കും. ഇപ്പോൾ ഇന്ന് എൻ്റെ റെക്കോർഡ് സെഷൻ കിട്ടി ഒരുപാട് ആൾക്കാർ ജോയിനിങ് ഉണ്ട്. ഐഡിയ എടുക്കുന്നതൊക്കെ റെക്കോർഡ് സെഷൻ കേട്ടിട്ട് അതിന് ശേഷമാണ് മീറ്റിങ്ങിലേക്ക് ആൾക്കാർ വരുന്നത്. കൂടുതലും അങ്ങനെ ജോയിനിങ് ആവുന്നുണ്ട്. ആരെങ്കിലും സൂമിലേക്ക് വരുന്നില്ലെങ്കിൽ അത് കേൾപ്പിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ആൾക്കാർക്ക് ഈ പ്രസൻറ്റേഷൻ കേൾക്കാൻ മടിയുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇതൊന്ന് കേൾക്കുമെന്ന് പറഞ്ഞ് കാണിക്കാനെങ്കിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കും. സമയമായതുകൊണ്ട് ഇന്ന് ഇത്രയും ആൾക്കാരെ കൊണ്ടത്തെ സംസാരിപ്പിച്ചിട്ട് നാളെ നമുക്കൊരു 4-5 പേർക്ക് പ്ലാൻ ചെയ്ത് സംസാരിപ്പിക്കാം. ഒരു 10 മിനിറ്റ് മാത്രം. അപ്പോൾ എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും. 10 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാതെ നമ്മൾ അവിടുത്തെ എക്സ്പീരിയൻസ്, അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തീരുമാനിക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം മാത്രം പറയാം. നാളെയും കൂടെ നമുക്കൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആക്കാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വിന്നിങ് ടീമിൻ്റെ ഉണ്ടാവും എന്നറിയത്തില്ല. കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ടീമിൻ്റെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വിഷ് യു വെൽ.